കയ്യിൽ ചൂര മീനാണ്. എൻ്റെ ഒരു ഭാഗ്യം നോക്ക്. 250 കിലോപ്പി 9 പേർക്ക് എത്തണം. സരിത അരയ്ക്കുന്നത് നാളെ അരച്ചിട്ടാണ് കൂട്ടാണ്ടിരിക്കുന്നത്. നന്നായിട്ട് കഴിക്കണം. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങൾ അടി ചെയ്യാനോട് അല്ലേ? മിസ്റ്റർ ജഗന്നാഥൻ, ഇവരെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? 500 ആയിട്ടുണ്ടാവും ഷുഗർ. ചുക്കൂലിയ ഇത്രയും ടേസ്റ്റുള്ള മാമ്പഴല്ലേ? വല്ല 55-60 വയസ്സൊക്കെ ആവും ആയുസ്. അപ്പൊ ചൂര കിട്ടാണ് ഇങ്ങനെ വെച്ച് നോക്കിട്ട് എല്ലാവരും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. കയ്യിൽ ചൂര മീനാണ്. എൻ്റെ ഒരു ഭാഗ്യം നോക്ക്. ഇന്നാളുണ്ട് ഈ ചൂര മീൻ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, അതിൽ പകുതിയേക്കാളും കൂടുതൽ എടുത്തിട്ടാണ് അച്ചാറുണ്ടാക്കിയത്. ബാക്കിയുള്ള ചൂര മീൻ എടുത്തു വെച്ചു. ഞാൻ അറിഞ്ഞില്ല അത് എടുത്തു വെച്ചാണ് കാര്യം. സരിത അറിഞ്ഞില്ലാന്ന്. ഇന്നത് എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചപ്പോഴാണ് ഞാൻ അറിയണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അന്ന് മുഴുവൻ അച്ചാറിടായിരുന്നു, കാരണം അച്ചാറിട്ട മീൻ കഴിഞ്ഞു. അതിന് പറഞ്ഞ അതൊക്കെ നമ്മളെ തിന്നണ്ടേ. ഇതും നമ്മൾ പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാറ്. കുറച്ചുകൂടി കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ കമന്റ്സ് വന്ന് കണ്ട ചെറിയ ചെറിയ പീസുകളാക്കി. അച്ചാറിന് വേണ്ടിട്ടല്ലായിരുന്നില്ല അല്ല, പക്ഷെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പോകുമ്പോ ആ സമയത്തേലും നുറുക്കായിരുന്നു. ഇതിപ്പോ ഈ ഇത്രക്ക് മീൻ മാറ്റി വെക്കണ്ടായിരുന്നു. അച്ചാർ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ലല്ലോ. അതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാം. എന്നിട്ടുണ്ട് അത് കൂട്ടാൻ വെക്കാൻ എടുത്ത് വെച്ചേക്കണം ഈ മീൻ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടാ. അതായത് ഇത് കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കഴിക്കില്ല. പ്രശ്നാണോ? ഭാഗ്യം എന്നല്ല നേരത്തെ പറഞ്ഞേ. ഭാഗ്യം എന്ന് പറഞ്ഞ ഭാഗ്യത്തിന് അത് ഭാഗ്യം എങ്ങനെ പ്രശ്നമാവണേ? അല്ല, ഭാഗ്യം എന്ന് പറഞ്ഞ നിർഭാഗ്യം കൂടിയിട്ടാണത്. രണ്ടും കൂടി ചേർന്നിട്ടുള്ള സാധനമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ മാത്രം ഇത് കഴിക്കേണ്ടി വരികയാണ്. ഇവർക്കും കഴിക്കാത് അടിപൊളി കൂട്ടാനാണ്. ഒരു മീൻ വറുത്ത് കഴിഞ്ഞ് കഴിക്കും. ഇതൊക്കെ വറുത്തൂടെ? ഇതിന് ഇത്തിരി എടുത്തു വറുത്ത് കഴിഞ്ഞാ ആര് കഴിക്കും? ഞാനാ ജഗ്ഗുവാ? ഞങ്ങൾ രണ്ടുപേര് തിരിഞ്ഞു നോക്കാറില്ല ആ ഭാഗത്തേക്ക് ഇങ്ങനത്തെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാ. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മള് കൂട്ടാൻ വയ്ക്കാൻ പോവാണ്. ഇന്നത്തെ കൂട്ടാൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലെ കൂട്ടാനാണ്. നിനക്കറിയാലോ, മീൻ കൂട്ടാനുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോകളിൽ വെച്ചിട്ടുള്ളത് അല്ലേ സരിത? യെസ്. ചൂടായി നമ്മുടെ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാൻ ചൂടായില്ല. ചൂടായി. ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചാണ്. ആദ്യം എന്ന് പറയണതേ, ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചൂടാക്കി എടുക്കണം. അത് ഇപ്പൊ ഇതിലിട്ട് കഴിഞ്ഞൊക്കെ കരിയും. അപ്പൊ ആ പ്ലേറ്റിലേക്ക് ഇടാം. പ്ലേറ്റിലേക്ക് ഇട്ടിട്ടേ നമുക്ക് ഒരുമിച്ച് ഇടാം. നീ പറയുന്ന സാധനങ്ങളൊക്കെ ഇടാം. നമ്മളൊരു പ്ലേറ്റ് എടുത്തു. ആദ്യം മുളക് പൊടി ഇടാം. എത്ര മുളക് പൊടി ഇടണം? മുളക് പൊടി അതിലേക്ക് ഒരു 1.5 സ്പൂൺ മതിയാവും. ഇത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഒരു കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇടുന്നത്. അതൊരു 2.5 സ്പൂണോളം. ഇത് ഈ സ്പൂൺ കൊണ്ടാട്ടാ, ചെറുതാണ്. ഇപ്പോൾ ഒരു 1/2 കിലോൻ്റെ അടുത്ത് മീനുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. 3/4 വളരെ കുറച്ച് മാത്രം മതി മല്ലിപ്പൊടി. ഇത്രയും സാധനം നമുക്ക് ചൂടാക്കി എടുക്കണം. നീ വീണ്ടും അടുപ്പത്ത് വെച്ചൂടാ? കൈ പൊള്ളിക്കണ്ടല്ലേ ഞാൻ. അതിൻ്റെ വെള്ളമല്ല, അതിൻ്റെ ഉള്ളിലത്തെ എണ്ണ മെഴുക്കൊക്കെ അല്ല, തുള്ളി തുള്ളി വെള്ളം ചുറ്റും നിൽക്കണണ്ട. അത് പറ്റിപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ ഈ മസാലപ്പൊടികൾ ഇടുന്നു. അപ്പോൾ എളുപ്പമായില്ലേ നമുക്ക് ഇളക്കാനായിട്ട്. കരിയരുത്. ഇപ്പം എന്നെ ചുമച്ചു തുടങ്ങി. ആദ്യം ഇത് മൂപ്പിക്കുന്ന പരിപാടി ഞാൻ ഇങ്ങനെ മൂപ്പിക്കുന്നത് ആദ്യമായിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ മറ്റേ പുത്തൂര് വശത്ത് ഇങ്ങനെ കുറേ പേർക്ക് റബ്ബർ വെട്ടുന്ന ആളുകളുണ്ട്. കുറേ പേര് റബ്ബർ വെട്ടുന്നത്. അപ്പോൾ അവിടെ പാചകം ചെയ്യാൻ വന്നത് ഒരു ചേച്ചിയാണ്. ഒരു ക്രിസ്ത്യൻസ് ചേച്ചിയിട്ടാണ്, ഭയങ്കര പ്രായമായിട്ടുള്ളത്. അപ്പോൾ ആളായി തന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്കാണ് ഇറച്ചി ഇടുന്നത്. എന്നിട്ട് ഇറച്ചി അതിൽ പൊത്തി വെച്ചിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് പുറത്ത് വെച്ചിട്ട് പൊത്തി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീണ്ടും പാചകം തുടങ്ങിയത്. ഈ കനലില് അതങ്ങനെ ഇരുന്നു കുറേ നേരം. കുറേ കൊല്ലങ്ങൾ മുമ്പ്. അതിങ്ങനെ ചേട്ടൻ കാണുന്ന റബ്ബർ വെട്ടാനവർക്ക് കഞ്ഞി കഴിക്കണത്. ഞാൻ അതിൽ പോയിപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് പോയിട്ടുണ്ട്. ഏതിലെ പോയിപ്പോ? കാട്ടിക്കൂടെ എന്തിനു പോയി? എന്തിനു പോയി ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എടുക്കട്ടെ? മതി മതി. ഇതാട്ടാ അതെടുക്കണം. പൊടി എടുക്കണം. കരിയരുത്. ഇതിരിക്കുന്നു വീണ്ടും.
ഇനി എന്തിട്ട് വേണ്ട ഈ വീടിന് എളുപ്പത്തേക്കിനാ ഇപ്പൊ വെക്കാറില്ല, ഇനി അരച്ചിട്ട് വേണം. ഇത് അരക്കണല്ലേ? ഇത് അരയ്ക്കാൻ പോകുന്ന സരിതാ. നാളികേരോ? എടുക്ക്. അപ്പം അമ്മീരെ അവിടേക്ക് പോകട്ടെ നീ. അപ്പം ഇതിൻ്റെ ഒപ്പം കുറച്ച് നാളികേരം 3-4 ടീസ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് അതും കൂടി കൂട്ടി ചേർത്തിട്ടാണ് സരിത അരയ്ക്കാൻ പോണത്. ഇന്ന് അമ്മീം അരക്കണതിന്റെ പിന്നിൽ വേറൊരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ മിക്സി കേടായി, അപ്പൊ വേറെ ഓപ്ഷൻ ഇല്ല. നാളികേരം അരക്കണതിനേക്കാളും മുമ്പ് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, ഇത്ര വെളുത്തുള്ളി വേണ്ട കേട്ടോ, കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇതൊന്ന് ചതച്ച് വയ്ക്കാം, എന്നിട്ട് നാളികേരം അരയ്ക്കാം. അയ്യോ, ഏപ്രൺ എടുക്കായിരുന്നു അല്ലേ നമ്മള് നാളികേരല്ലേ? എൻ്റെ ഏപ്രൺ ഇമ്രാൻ ഇവിടെ ദീപാത് തന്നെ കറക്റ്റ് കടിച്ചൊരു കഷ്ണം കൊണ്ടുപോയി. അതിന് അതിൻ്റെ ഈ കടിച്ച് നശിപ്പിക്കണ ശീലമൊക്കെ നിന്നു എന്ന് വിചാരിച്ചതായിരുന്നു. അതും പുറത്ത് ഒരു ചീർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, മുടിയിരണ ചീർപ്പില്ലേ, അതും കടിച്ച് കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചല്ലേ ആളൊരു പോക്ക് പോവും. നാളികേരല്ലേ? നാളികേരം അരക്കില്ലേ നമ്മള്? അല്ലാതെ പണ്ട് നാളികേരം അരക്കില്ല തന്നെയാണ് ഉണ്ടായിരുന്നല്ലോ. നാളികേരം അരക്കില്ല തന്നെ ഉണ്ടായിരുന്നല്ലോ. നാളികേരം പാല് പിഴിയാനായിട്ടുള്ള പാങ്ങില്ല ആളുകൾക്ക് പണ്ട് കാലത്ത് ഇല്ല. 1978-79 സമയങ്ങളിലൊക്കെ ആദ്യമായിട്ട് വീട്ടിൽ പിലോപ്പി മീൻ, പിലോപ്പി എന്ന് പറഞ്ഞാൽ തിലാപ്പിയ മീൻ അമ്മ വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അന്ന് അങ്ങനെയല്ല. അന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ വീടിൻ്റെ മുന്നിലൂടെ ഒരു റോഡ് പോകുന്നുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ റോഡ്. ആ റോട്ടിലൂടെ നിന്ന് മീൻകാർ പോവില്ല. മീൻകാർ പോണത് അപ്പുറത്തെ റോട്ടിലൂടെയാണ്. ഇപ്പോൾ കമ്പിപ്പടി എന്നുള്ള അങ്ങോട്ടുള്ള കുട്ടലിലേക്കുള്ള റോട്ടിലൂടെയാണ് മീൻകാർ പോവുക. ഇത് ചാച്ചൻ്റെ അടുത്ത് സരിത. മീൻ കൂട്ടാനിലേക്കുള്ള നാളികേരം പണ്ട് നമ്മൾ അരയ്ക്കുമ്പോഴേ ഇങ്ങനെ ചൂടാക്കിയിട്ടാവില്ല, അല്ലാണ്ട് നാളികേരവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പൊടിയായാലും അത് മീൻ കൂട്ടാനാണ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരത്തിൽ കൂടെ ഇട്ടിട്ട് അരയ്ക്കും മുൻപ് പണ്ട്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കിവിടെ വീട്ടിൽ മിക്സിയില്ലേ, അപ്പോൾ നമ്മൾ ഈ സ്കൂളിലേക്ക് പോണതിനേക്കാളും മുമ്പ് ഇതൊക്കെ അരച്ച് ഉച്ചക്കിലേക്കുള്ള കൂട്ടാനുള്ളതൊക്കെ അരച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോവുക. അപ്പം അത് അരയ്ക്കാൻ തരുമ്പോൾ അമ്മ ഇങ്ങനെ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് തരാം. അല്ലാണ്ട് വേറെ വേറെ ആയിട്ടല്ല, ഇങ്ങനെ മിക്സ് ചെയ്യും. നാളികേരം വാരി തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നിട്ടൊന്നും അറിയില്ല. അത് ഇത്ര നാളികേരം ഒന്നുമല്ല കേട്ടാ, കുറേ നാളികേരം ഉണ്ടാവും അരയ്ക്കാൻ. ഞങ്ങൾക്ക് പിന്നെ നാളികേരത്തിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലമുള്ളൂ, 5 തെങ്ങാണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലത്തെ ഒരു തെങ്ങില്ലേ, ഒരു തെങ്ങ് ഒരു കൊലയിൽ തന്നെ 10, 60 അങ്ങനെയൊക്കെ നാളികേരം ഉണ്ടാവും. ആ ഒരു തെങ്ങിൽ നാളികേരം തെങ്ങ് കയറുമ്പോൾ അതിൻ്റെ നാളികേരം ഇട്ടയാണ് എന്നെ കൂട്ടിക്ക് എടുക്കുന്നത് കണ്ടാലേ നമുക്ക് കിട്ടും, കണ്ണ് പറ്റും. അമ്മാതിരി നാളികേരം അതും ഉണ്ടാവും. അത് കാരണം ഞങ്ങൾക്ക് നാളികേരത്തിന് ഇഷ്ടംപോലെ നാളികേരം. പക്ഷെ എന്നാലും പാല് പിഴിഞ്ഞ് വെക്കില്ല, അരക്കിന്നെ ചെയ്യാറ്. അപ്പൊ ഞാൻ പറഞ്ഞത് ചേട്ടാ എന്തോ ഒരു കഥ പറഞ്ഞു നിർത്തി. കഥയൊന്നല്ല. അപ്പൊ ഞാൻ പറയുന്നതേ, അന്ന് മീൻകാര് പോണത് ഇച്ചിരി കമ്മി പിടിക്കുന്നുള്ള ആ വഴി കൂടെ മീൻകാർ പോവാം. വളരെ അകലം തന്നെ അവര് സൈക്കിളിന്മേ വരും. അതിൽ ചിലർ കാവുകാർ എന്ന് പറഞ്ഞാൽ തോളത്ത് മീനില്ലേ, അപ്പുറത്തും കൊട്ട വെച്ചിട്ട് തോളത്ത് ഇങ്ങനെ ചുവന്ന് പോണവർ അവർ ഉച്ച തിരിഞ്ഞാണ് വരാം. കടപ്പുറത്തുനിന്ന് മീൻ എടുത്തിട്ട് വരാമെന്ന് പറയും. കാവുകാര മീൻ നല്ല മീനായിരിക്കും എന്ന് പറയും, ഉച്ചരിഞ്ഞ് കിട്ടുന്ന മീൻ എന്ന് പറയും, കേട്ടിട്ടില്ലേ? അപ്പൊ ഇവര് അകലം തന്നെ അയ്യോ എൻ്റെ തോള പറഞ്ഞു പോന്ന് പറഞ്ഞിട്ടുണ്ട്, പോന്ന് പറഞ്ഞിട്ടാണ് ഓടിയിട്ടിട്ട് വരാം. അത് ഓരോരുത്തർക്ക് ഓരോ ശൈലി ഉണ്ടാവും, അറിയാം ആരാ വരണേന്ന്. പല ആളുകളും പലതരത്തിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരാൾ പച്ചക്കറി വിൽക്കാൻ വരും, അയാൾ ഇങ്ങനെ ഉന്തുവണ്ടിയിലാണ് തള്ളി വരിക. അയാൾ ഉന്തുവണ്ടി തള്ളി വരുമ്പോൾ പച്ചക്കറി 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 ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആള് വരാം. അതിന് അവതൂല്യ ഒന്നുമില്ല, അവസാനം പച്ചക്കറി ഇങ്ങനെ പറഞ്ഞിട്ട് വരാം. ഓരോ മീൻകാരന്മാർക്ക് ഓരോ ശബ്ദങ്ങളുണ്ട്. അവർ കൊണ്ടുവരുന്ന മീനുകൾ ഇന്നതായിരിക്കുന്നത് ഇവിടെയുള്ള അമ്മമാർക്ക് അറിയാം. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ മീൻകാർ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. ആ ആശിമാരവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം, അപ്പോൾ നമ്മുടെ ആ പണിസ്ഥലത്തിൻ്റെ അത്രയ്ക്ക് ദൂരം നമുക്ക് പോയി നിൽക്കണം മീൻകാർ വരുന്ന ഇത് നോക്കാനായിട്ട്. അപ്പോൾ അവിടെ ആശിമാരെ വീടിൻ്റെ മുറ്റത്ത്, ഒന്നുകിൽ മുരളിയുടെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ദിനേശിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നമ്മളൊക്കെ ചെന്ന് നിൽക്കും. മീൻകാർ വരുന്ന ശബ്ദം, കാരണം മീൻകാർ പോയി കഴിഞ്ഞിട്ട് പിന്നെ അന്ന് കൂട്ടാൻ വെപ്പ് പക്ഷേക്കാണ് മിക്കവാറും കുമ്പളങ്ങിയും പരിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ മെയിനായിട്ടുള്ള എല്ലാ വീട്ടിലെ കൂട്ടാനുകൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ പോയി നിൽക്കണം. അങ്ങനെ പോയി നിൽക്കണം. ഒരു സമയത്താണ് 2 പിലോപ്പി അമ്മ മീൻ വാങ്ങിച്ചത്. 2 പിലോപ്പി
പിലോപ്പി എന്ന് പറഞ്ഞാൽ തിലാപ്പിയ എന്ന് അപ്പൊ ആരെ പറഞ്ഞാൽ ചെന്നിക്ക് അമ്മ ചെന്നിക്കോ? നമ്മൾ പോയി നിൽക്കണം. അമ്മയ്ക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. മീൻ അല്ല വരുന്ന ചേട്ടനെ ചെന്നേ പിന്നെ ഇനി അമ്മ വാങ്ങിച്ചു എന്ന് പറയണ പിലോപ്പി. മീൻകാരൻ അവിടെ നിന്ന് വരുമ്പോ ഇവിടുന്ന് ഓടി വന്നിട്ട് അമ്മ മീൻകാരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പൊ അമ്മേനെ വിളിച്ചുകൊണ്ട് ഓടി പോകും. അങ്ങനെ ചെല്ലണം. അത്രയും ദൂരം പോണം മീൻകാരെ. അങ്ങനെയാണ് വാങ്ങിക്കുക. അന്ന് അര കിലോനാ ഈ അര എന്ന് പറഞ്ഞ 250 ഗ്രാമാണ് 2 പിലോപ്പി വാങ്ങിച്ചു വന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നമ്മുടെ മുറ്റത്തൊരു പുളിയുണ്ട് ബാക്കിൽ, പണ്ട് തറവാടിൻ്റെ ബാക്കിൽ പുളീൻ്റെ തൊട്ടപ്പുറത്ത് പ്ലാവുണ്ട്. അവിടെ നിന്നിട്ട് അമ്മ മീൻ നന്നാക്കുന്നു. അങ്ങനെ മീൻ നന്നാക്കുമ്പോഴാണ് അമ്മായിയുടെ മോനും ആളുടെ മോളും കൂടിയിട്ട് ചെറിയ ക്രാവും പിടിച്ച് പോയിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പിലോപ്പിനെ നന്നാക്കണത് അടിപൊളി മീൻ. പിലോപ്പി എന്ന് പറഞ്ഞാൽ അപൂർവമായ വസ്തുവാണ്. ചാളയും അയിലും ഇങ്ങനത്തെ മീനുകളാണ് നമ്മൾ സാധാരണ ആളുകൾ വാങ്ങിക്കുക. ബാക്കി മീനുകളൊന്നും ഇല്ല. പിന്നെ ഈ മുള്ളൻ, കൊഴുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പിലോപ്പി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്നിട്ട് ആള് മീൻ നന്നാക്കണോടത്ത് ഇങ്ങനെ നോക്കിയിരിക്കാണ്. എനിക്ക് മനസ്സിലായില്ല. മണിച്ചേട്ടൻ, അമ്മയുടെ അല്ല അച്ഛന്റെ പെങ്ങളുടെ മോൻ, ചേട്ടന്റെ അമ്മായിരം മോൻ. ആള് വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, അമ്മായി ഈ മീൻ അപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് ചോറ് കൊടുക്കണം, ഈ മീൻ നാളികേരം പാല് ഒഴിച്ച് വെച്ചിട്ടില്ല വെക്കുകയെന്ന് ചോദിച്ചു. അപ്പം അമ്മ മോത്തി നോക്കി. കാരണം അമ്മീടെ അവിടെ ഒരു കൊത്ത് നാളികേരം ഈ കൂട്ടാനിൽ അരയ്ക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നാളികേരം പാല് അരച്ച് വെക്കുന്ന കൂട്ടാൻ്റെ സ്വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആള് അതിനോട് വർണ്ണിക്കുകയാണ്. കൂട്ടാൻ വെക്കുന്നതിൻ്റെ വിധമൊക്കെ വർണ്ണിക്കുകയാണ്. നാളികേരം പാൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനെ നാളികേരം അരച്ച് വയ്ക്കുമ്പോൾ ഇത് ഈ 250 പിലോപ്പി 9 പേർക്ക് എത്തണം. 9 പേർക്ക് എത്തണം. പിന്നെ ഇവർക്ക് എത്തണം. അത് നൈസ് കഷ്ണങ്ങളായിട്ട് ഈ വീതിയിൽ അമ്മ മുറിക്കും. കണ്ട ഈ വീതിയിൽ പിലോപ്പീനെ ആ ചെറുതിനെ ഇത്രയ്ക്ക് പോകുന്ന മീനുകളാണ്. പക്ഷെ അതൊന്നും വലിയ സംഭവമാണ്. പിന്നെ കാലങ്ങൾ ചെന്നപ്പോ ഈ നാളികേരം മരച്ച് വയ്ക്കുന്ന കൂട്ടാനുകൾ അമ്മ സാധാരണ പോലെ തന്നെ കൂട്ടാൻ. അമ്മയ്ക്ക് ഇത് മുട്ടിക്കണ്ടേ. എല്ലാ വീടുകളിലും സ്ഥിതി എങ്ങനെയാണ്. വിരുന്നാർ വന്നു കഴിഞ്ഞാൽ പെട്ടു. വിരുന്നാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ കഷ്ണങ്ങളുടെ എണ്ണം കുറയും വീട്ടിലത്തെ എല്ലാം മൊത്തത്തിൽ. പിന്നെ കാലങ്ങൾ ചെന്നപ്പോൾ പിന്നെ ഈ നാളികേരം അരച്ച് വയ്ക്കുന്ന കൂട്ടാനില്ലാണ്ടായി. നാളികേരങ്ങൾ ആളുകൾക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ആയി തുടങ്ങി. പിന്നെ നാളികേരത്തിൻ്റെ ഇത് കേരളത്തിൽ നാളികേരം കൂടുതൽ ഇതായിപ്പോൾ നാളികേരത്തിൻ്റെ വാല്യൂ ഒക്കെ കുറഞ്ഞു. പിന്നെ ഇപ്പം മണ്ടരിയും കൊണ്ടരിയൊക്കെ വന്നതോട് കൂടിയിട്ടാണ് നാളികേരത്തിന് ഇത്തിരി കൂടിയും ബുദ്ധിമുട്ടായത്. പിന്നെ നാളികേരം വിളവ് കുറഞ്ഞു വന്നു തുടങ്ങിയില്ലേ. ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞില്ലേ. ആളുകൾക്ക് വീണ്ടും നാളികേരം കിട്ടാൻ ബുദ്ധിമുട്ടായി. പക്ഷെ നമ്മൾ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് 1978 പോവാണ്. സരിത അരയ്ക്കുന്നത് നാളികേരം അരച്ചിട്ടാണ് കൂട്ടാൻ വയ്ക്കുന്നത്. അത് പിലോപ്പിയിലടാ. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പിലോപ്പി വലിയൊരു സംഭവമായിരുന്നു നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ പിലോപ്പിനെയാണ്ട് വളർത്തി തുടങ്ങിയപ്പോൾ നമുക്ക് മതിയായി. സാധനത്തിനെ കണ്ട് മതിയായി. ആളുകൾക്ക് കണ്ടും ആളുകൾക്ക് കൊടുത്തും മതിയായി നമുക്ക്. അങ്ങനെ ഇപ്പൊ നമ്മള് വളർത്തണായോണ്ടാണോ അറിയില്ല, തിന്നാൻ തോന്നാറില്ലേ. ഞാനൊരാളെ അന്ന് പിലോപ്പി എവിടെ വന്നിട്ടുണ്ടായിരിക്കുക. പിലോപ്പി മീനില്ലേ, അത് വെറുതെ പുഴയെന്നാണോ വളർത്തലുണ്ടാവില്ല, കുളങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ, എന്തുകൊണ്ടാവും അങ്ങനെയുള്ള ഒരു സംഭവങ്ങള്. ഇപ്പൊ കറക്റ്റ് ഞാൻ നിക്കണോടത്ത് ഇപ്പൊ നാളികേരം ഇത്ര നേരം ഇവിടെ വെയിലുണ്ടായിരുന്നില്ലേ. നിങ്ങൾക്ക് തല വയ്ക്കുന്ന വേണ്ട, അത് വല്ല കരടിയിലേക്ക് വീഴും. കരടൊന്നും ഇല്ല ഇതില്. നല്ല ഭംഗി കാണാൻ. ഇതിന്റെ അടി കരിമ്പനടിച്ചിട്ടത് വൃത്തികേടല്ല. അമ്മി മൂടി വെക്കണ പലകിയാട്ടാ. പലരും പറയാറുണ്ട് അമ്മി മൂടി വെച്ചോളൂന്ന്. നമ്മൾ അമ്മി മൂടി വെക്കുന്നുണ്ട്. അമ്മിയും ആട്ടുകല്ലൊക്കെ മൂടിയിട്ട് അമ്മി മൂടി വെച്ചിട്ടില്ലേ. കാക്കകളൊക്കെ വന്ന് കിളികളൊക്കെ പറയാൻ പറ്റില്ല, ഒക്കെ വന്നിരിക്കും. ഈ കാക്കകൾക്ക് വല്ല വേസാങ്ങളുണ്ടെങ്കിൽ അതും പിടിച്ചിട്ടായിരിക്കും വന്നിരിക്കുക. എവിടെയും തീ കത്തിക്കാറായിട്ടില്ല. അപ്പൊ നമ്മൾ വെക്കുന്നത് കൂടുതലല്ല ചൂര. ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ, ചിലപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. സാധാരണ ചൂര വെച്ച് കഴിഞ്ഞാൽ ചാറ് വരെ ഞാൻ കഴിക്കാറില്ല. എനിക്ക് എത്രയേ ഇഷ്ടമില്ലാത്ത മീനത്. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യേ അത്രയധികം മീൻ കഴിക്കാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത. മീൻ നന്നായിട്ട് കഴിക്കണ ഒരു പെണ്ണിനെ എന്നെ കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങൾ അടിയായി എന്നോട് അല്ലേ. അല്ല, അപ്പൊ എന്നും മീൻ കൂട്ടാൻ വയ്ക്കും. കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. ഈ മീൻ ഇതന്നെ മതി. ഇതന്നെ ഞാനല്ലേ കഴിച്ചു തീർക്കണത്. എനിക്ക് തന്നെ മതിയായിട്ടാണ്. അല്ല, ഞാൻ കഴിക്കാറില്ലല്ലോ അധികം. അല്ല, കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. കഴിച്ചുകൂടെ നിനക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ജഗു മിസ്റ്റർ ജഗന്നാഥൻ, യുവറെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് പോലെ
എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് മിസ്റ്റർ ഇന്ദുചൂടന്റെ? ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാനിന് ചോദിച്ചിട്ട് മറ്റേ എല്ലാവരും കമന്റ് ഇടുന്നത് നീ എന്നെ പറഞ്ഞോ, നീ എന്തിട്ടാ നീ അടുത്ത് പഠിക്കാൻ പോണേ എന്തൊക്കെയാന്ന് പറയും. മൈക്ക് വെച്ച് കൊടുക്കാവും പറയട്ടെ. +1 പഠിക്കാൻ പോണ കോമേഴ്സാണ് പഠിക്കാൻ പോണത്. അവൻ പറയട്ടെ. അതെ എന്നാ പറഞ്ഞ അവനത് മതിന്ന് എവിടെയെങ്കിലും സീറ്റ് കിട്ടട്ടെ. പിന്നെ ജഗുന് സർട്ടിഫിക്കറ്റ് കിട്ടി, SPCയുടെ കിട്ടിയിട്ടുള്ളൂ. SPCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിട്ടാ. എന്നിട്ട് തീരുമാനിച്ച റിവാലുവേഷൻ കൊടുക്കണ്ട? എനിക്കറിയില്ല. കൊടുത്തിട്ട് വേണ്ട, വെറുതെ കൊടുത്തിട്ട് പിന്നെ അതിന് താഴ്ത്തി മാർക്ക് കൂട്ടാ കുറയ്ക്കും, എല്ലാ വട്ടം കുറയ്ക്കും. ടീച്ചറുടെ അടുത്ത് ചോദിക്കി. ടീച്ചറുടെ അടുത്ത് ചോദിച്ചിട്ട് ടീച്ചർക്ക് അങ്ങനെ അറിയാം. ടീച്ചർമാർക്ക് അറിയാലോ, അവര് വാലുവേഷൻ പോണവരല്ലേ, അവർക്ക് അവർക്ക് അറിഞ്ഞൂടെ? അത് അവര് വേറെ സാധാരണ റിവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് കൂടി കഴിഞ്ഞാൽ കൂടിയ മാർക്ക് ഇടും, കുറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ എത്രയായിരുന്നു ഉണ്ടായിരുന്ന അതിടും. അങ്ങനെയാണോ അതോ ഇപ്പൊ എത്ര റിവാലുവേഷൻ ചെയ്തപ്പോ കിട്ടിയ മാർക്ക് അതന്നെയായിട്ടുള്ളൂ? അല്ലാണ്ട് പിന്നെ അതല്ലേ കറക്റ്റ്? നിങ്ങളെ എവിടുത്തെ അതല്ലേ കറക്റ്റ്? പക്ഷെ അങ്ങനെയാ എല്ലാവരും പറയണേ, അതുകൊണ്ടാണ് എല്ലാവരും റിവാലുവേഷൻ കൊടുക്കണത്. പറച്ചില് മാത്രം എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതാണല്ലോ യഥാർത്ഥ മാർക്ക്. അപ്പൊ ശരിക്കും അവര് അതിനെ ശരിക്കാണ്ട് വിലയിരുത്തിയിട്ടായിരിക്കും വിടാ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് കൊണ്ടാ ചെയ്യുക, ഉള്ള മാർക്ക് കുറയണ്ട. ജഗുന് ചിലപ്പോ അതിനേക്കാളും കൂടുതൽ അവൻ എഴുതിയിട്ടുണ്ടെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഈ മീനിന്റെ പോലത്തെ പല കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അത് ഇത് കണ്ട, ഇതാണല്ലേ ഏട്ടൻ്റെ അവിടുത്തെ ലാസ്റ്റ് മാമ്പഴമാണ്, ഇത്രയും ടേസ്റ്റുള്ള മാമ്പഴം. ഈ മാമ്പഴം ഞാൻ ഇത്തവണ ഒരു 200 ഞാൻ തിന്നു കൂട്ടിയിട്ടുണ്ട്. ഷുഗർ എത്ര ഉണ്ടാവോ? 500 ആയിട്ടുണ്ടാവും ഷുഗർ. ചുക്കൂല 500 അല്ല 500 ഇത്രയും ടേസ്റ്റുള്ള മാമ്പഴം ഉണ്ടായിട്ട് ഇവര് സരിത 2 കഴിച്ചിട്ടുണ്ടല്ലേ, ജഗു കഴിക്കാറുമില്ല. അപ്പൊ അവസാനം ഞാൻ കഴിക്കണോ? ഞാൻ കഴിച്ചല്ലോ, എനിക്ക് പല്ലിന്റെ ഇടയിൽ അതിന്റെ നാര് പോയിട്ട്. അവസാനത്തെ മാമ്പഴമാണ് കേട്ടത് കൊല്ലത്തെ ഈ മാമ്പഴത്തിന്റെ കേട്ടാ. ഇത്രയും ടേസ്റ്റുള്ള മാമ്പഴല്ലേ, വേഗം അരച്ചു തരുത് കഴിഞ്ഞു. അല്ല ഇതുപോലെ തന്നെയാണ് ഓരോ ഇതുകള്, ഇതൊക്കെ ഞാൻ തിന്നു തീർക്കേണ്ടവരാ. കഷ്ടപ്പാട്. ഇതിന് പുലർച്ചെ 4 മണിക്കൊക്കെ എണീറ്റ് എന്തിനാ പറക്കാൻ പോണപ്പോ ഇത്ര കഷ്ടപ്പെട്ട് തിന്നു കഴിക്കുകയാണെങ്കിൽ? ബാക്കിയുള്ളവർ വരുന്നതിനേക്കാളും മുന്നേ പോണം, എന്നിട്ട് 4 മണിക്കൊക്കെ എണീറ്റിട്ടാ പറക്കാൻ പോണത്. ഞാനാണ് ഈ മാമ്പഴം ഇഷ്ടം പോലെ ഉണ്ടാവും, ആരും ശ്രദ്ധിക്കാനാണെന്നില്ല. ഞാൻ ഇതിൻ്റെ വില കൊടുത്തത് ഇപ്പം എല്ലാവർക്കും വേണം. വെറുതെ അവിടെ കിടന്ന് നാശമായി പോയതാണ്. കഴിഞ്ഞു, അരച്ചു ഇതായിട്ട് വന്നിട്ട് നമ്മുടെ ഈ മാമ്പഴത്തിൻ്റെ ഇതിന് തൊലിയുമ്പോൾ ഇത് പറ്റി പിടിച്ചിരിക്കും. ഭയങ്കര രസം. അങ്ങനെ തിന്നു കഴിഞ്ഞിട്ട് ഈ തൊലി എടുക്കാം. അപ്പോൾ സരിതത് അരച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇനി ചട്ടി അടപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. നമ്മുടെ സാധാരണ സ്ഥിരം പരിപാടി തന്നെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ, കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ. വെയിലായി, വ്യത്യാസങ്ങൾ വരുമ്പോൾ ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും. ഞാൻ മഴ പെയ്യെന്ന് വിചാരിച്ചു. ഞാനിവിടെ വെയിലില്ലെങ്കിൽ കുറച്ച് പണികളുണ്ടായിരുന്നു, അത് ചെയ്യാൻ വിചാരിച്ചാൽ. പക്ഷേ ഭയങ്കര വെയിലാണ്, പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടാ. അടിപൊളി തന്നെയാണ്. ഉലുവേര മണം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ചൂടായി, അപ്പോൾ അത് മൂത്തപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്ക് ഈ ചുമന്നുള്ളി ഇടണമെന്നില്ല കേട്ടാ, കുറച്ചിട്ടാലും മതി. അത് വാടാനായിട്ട് കുറച്ച് സമയം പിടിക്കിട്ടാ. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇതൊന്ന് കലക്കി വയ്ക്കാം. കാരണം അരച്ച് വെച്ചത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കലക്കി വയ്ക്കാം. മീൻ അരച്ച കാരണം ഇങ്ങനെ കട്ടയിട്ടിരിക്കണം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് നല്ല കുഴമ്പായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ കൂട്ടാനിൽ എടുക്കുമ്പോഴേ കട്ടയായിട്ട് കിടക്കും. ഇത് വാടി വന്നപ്പോൾ വേപ്പില, കുറച്ച് പച്ചമുളക്, 2 മിനിറ്റ് അല്ല 1 മിനിറ്റ് പച്ചമുളക് വേപ്പിലേക്ക് ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞത്. ഈ സമയത്ത് തന്നെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്.
ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ആ തക്കാളിക്ക് ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. അപ്പം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർക്കില്ലല്ലോ അല്ലേ? കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുള്ളത് ഒഴിക്കുന്നു. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൊടപ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, കൊടപ്പുളി അത് ചേർക്കാം. അത് വെള്ളം പോരാത്ത വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഉപ്പ് ആ ഉപ്പ് കുറവാണ്. ഇടാം. തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. നല്ല ഭംഗിയിൽ തിളവരുന്നതൊക്കെ മീനുകൾ കിട്ടോ. തിളക്കണല്ലോ, കുഴപ്പമില്ല, എത്ര തിളച്ചാൽ മതി. പിന്നെ ഇടേണ്ടി വരും. മീനുകളിടാ. ഇതല്ല അയ്യോ തെറിച്ചു. മീൻ കൂടിയില്ലേ, മീൻ കഷ്ണങ്ങള്. അത് കുഴപ്പമില്ല, കൂടിയില്ല കുറഞ്ഞില്ലല്ലോ. ഉപ്പ് കുറച്ച് കൊണ്ടിരുന്നു കേട്ടോ, മീൻ കഷ്ണം കൂടുതലുള്ള കാരണേ. നന്നായി തിളക്കട്ടെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. വേപ്പിലിട്ടില്ലേ? ഇട്ടു. ഇനി ഇടേണ്ടി വരും ലാസ്റ്റ്. ഇനി കാച്ചലൊന്നും ഇല്ല, പരിപാടി കഴിഞ്ഞു. നമ്മുടെ കൂട്ടാൻ വയ്ക്കുക തിളച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടാ. അപ്പോൾ വല്ലാണ്ട് തീ കത്തിണ്ടെന്ന് ഇങ്ങനെ ചിറ്റിക്കാം. ഇതധികം വെള്ളം ചേർക്കാണ്ട് ചാറ് കുറച്ച് നല്ല കട്ടിയിലാക്കാട്ടാ. രസം കേട്ടാ. വാ ഉപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയെങ്കിലും വെച്ച് നോക്കട്ടെ, ചൂര രസം ഉണ്ടോന്ന്, കഴിക്കാൻ പറ്റുമോ. ചാള വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇപ്പം നല്ല ചാള കിട്ടും, പലിഞ്ഞുള്ളത് നെയ്ച്ചാള, അടിപൊളിയായിരിക്കും. പണ്ടിപ്പോൾ 9 അംഗങ്ങളുള്ള വീട്ടിലേക്ക് ഇങ്ങനെ മീനൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു കഷ്ണം തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് ഈ ആളുകൾ ഈ കുടമാരത്തിൻ്റെ ഇടയിൽ ചെറുപ്പത്തിൽ 8 വയസ്സുള്ളപ്പോൾ പെട്ടുപോയിട്ട് ചവിട്ടി കൂട്ടി ചാവാണ്ട് രക്ഷപ്പെട്ട് ഇളാമേരെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ പോയി ചെന്നപ്പോൾ അന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ചാള കൂട്ടാനാണ് അവിടെ വെച്ചത്. അന്ന് കരഞ്ഞതിന് ഇളാമ 2 മീൻ കഷ്ണം ചാളനെ ഒരു 4 കഷ്ണമായിട്ട് മുറിക്കും. കരച്ചിന് മാറാനായിട്ട് എനിക്ക് ഇട്ടതെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അല്ല അത്രയും ഭയങ്കര. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു 10-15 ചാള, ചെറിയൊരു കുടുംബത്തിൽ 1 കിലോ ചാള വാങ്ങിച്ചിട്ടേക്ക് വെക്കുകയെന്ന്. അല്ല അന്ന് 1978 കാര്യം ഇങ്ങനെ പറയണത്. അപ്പോൾ എന്താല്ലേ വ്യത്യാസമായി. അല്ല അന്ന് എന്നിട്ട് പോഷകാഹാര കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആളുകൾക്ക്. ഉണ്ടായിരുന്ന പോഷകാഹാര കുറവ് എന്ന് പറഞ്ഞാൽ ആളുകൾ ആരും വണ്ണല്ല. ഒരാൾ പോലും പൊണ്ണത്തടി നമ്മുടെ കേരളത്തിൽ കാണില്ല. ഷർട്ട് ഇട്ട് നടക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും എല്ലാവർക്കും നടത്തല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കുരിച്ചറിക്ക് പോകണമെങ്കിൽ നടക്കന്നെ. ബസ് കയറി പോകണ പരിപാടിയില്ല, കാശിൽ കയ്യിൽ. എല്ലാവരും എങ്ങോട്ടും നടക്കലാണ്. പണിയെടുക്കും, കാലത്തോട്ട് വൈകുന്നേരം വരെ പണിയെടുക്കും. പിന്നെ വേറെ ഇതൊന്നും ഇവിടെ ഒന്നും ഇല്ല. അമിതമായ ഭക്ഷണം ആർക്കും ഇല്ല. അതുകൊണ്ട് ആർക്കും പൊണ്ണത്തടിയില്ല. ഇങ്ങനത്തെ അതായത് ഷുഗർ, പ്രഷർ. അല്ല നമുക്കിപ്പോ വൈറ്റമിൻസ് ശരീരത്തിൽ ചെല്ലാം. ഫ്രൂട്ട്സ് ഇത്ര കഴിക്കണം, ഇത്ര വെജിറ്റബിൾസ് കഴിക്കണം, ഇത്രക്ക് ഫൈബർ ചെല്ലണം, അങ്ങനെയൊക്കെ പറയുന്നത്. ഇത്ര കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പൊ ന്യൂട്രീഷൻ അവരുണ്ടല്ലോ, മറ്റേ ഡയറ്റീഷ്യന്മാരൊക്കെ അവരൊക്കെ പറയില്ലേ നമ്മൾക്ക് ഒരു ദിവസം നമ്മളുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്ര ശതമാനം വൈറ്റമിൻ എ, ബി, സി, B12, മഗ്നീഷ്യത്തിന്റെ കുറവ് സംഭവിച്ചു. അല്ല അങ്ങനെയുണ്ട്. പക്ഷെ ആളുകൾ പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആയുസ് കൂടി ഒന്നുമില്ല. അന്ന് 1980-ലൊക്കെ വല്ല 55-60 വയസ്സൊക്കെ ആവും ആയുസ്. ഇപ്പോൾ 70 ചില്ലറയില്ല, 74 അത്രേ മലയാളികളുടെ ആയുസ്. 74-75 ആയില്ലേ. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആളുകൾ മരുന്നുകളൊന്നും കഴിക്കാണ്ട്, അധികമൊന്നും കഴിക്കാണ്ടാണ്. ഇപ്പോൾ ഷുഗറിനുള്ള മരുന്ന് ലോഡ് കഴിച്ചു, പ്രഷറിനുള്ള മരുന്ന് കഴിച്ചു, കണ്ടതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ഈ ആയുസ് 74 നീട്ടി എത്തിക്കുന്നത്. അന്ന് അങ്ങനെയൊന്നുമില്ല. ആർക്കും മരുന്ന് വാങ്ങിക്കാൻ പാങ്ങില്ല. എല്ലാവരും മറ്റേ ഈ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് മറ്റേ കോയന വെള്ളം വാങ്ങിച്ച് കഴിക്കുമ്പോൾ എന്ത് തന്നെയിലും. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ആരോഗ്യം കൂടുതലുള്ളതെന്നുള്ളത് നമുക്ക്. ആയുസ് ഇപ്പോൾ കൂടിയാലും ആരോഗ്യം പണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അങ്ങനെയാവും. പണ്ടുള്ള ആളുകൾ കാലത്ത് നടക്കാൻ പോയി നടന്നില്ല, അത്ര തന്നെ. അല്ല എൻ്റെ ഒരു ചെറുപ്പകാലത്ത് പോലും ഞാൻ ഭയങ്കര വണ്ണമുള്ളവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ചെറിയ പിള്ളേര് വരെ ഒക്കെ ഒരു ഇതൊക്കെ വണ്ണം, ഭയങ്കര വണ്ണുള്ള ഇതൊക്കെയാണ് കാരണം. നോക്കിയേ കണ്ടില്ലേ, ഇതുപോലെ കൂട്ടാൻ വെച്ച് ഇത്തിരി ഇതുപോലെ ചോറിനാനും ഇതിനൊക്കെ
അവസരപ്പേയില്ല. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ആളുകൾ പണ്ടൊക്കെ പുഴയിൽ ചാടി കുളിക്കും, കുളങ്ങളിൽ ചാടി കുളിക്കും, നീന്തൽ, സൈക്കിൾ ചവിട്ടൽ കണ്ടമാനായിരുന്നു. പിന്നെ നടത്തം, അതെല്ലാ ഇതിലും ഉണ്ടായിരുന്നു. പണിയെടുക്കലും ഇതൊക്കെ. വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഞ്ഞിളം മൂന്തി കിടന്നുറങ്ങും. അങ്ങനത്തെ ഇത് കളിക്കില്ലേ. അപ്പോൾ അമിതമായ ഭക്ഷണമില്ല നമ്മുടെ ശരീരത്തിൽ. വലിയ കുഴപ്പമൊന്നും വരില്ല. പിന്നെ ഇനി വണ്ണം വയ്ക്കല്ലേ. അല്ല പിന്നെ ഈ ചക്ക, മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നന്നായി കഴിച്ചോടുന്നല്ലോ. ചോറിൻ്റെ അളവ് കുറവും. മാമ്പഴക്കാലായ മാങ്ങേനല്ല, അപ്പോൾ ഫൈബർ അങ്ങനത്തെ ഒക്കെ ശരീരത്തിൽ ചെല്ലും. ഉണ്ണിപ്പിണ്ടി അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോഴൊക്കെ ശരിയായിരിക്കും. നമുക്ക് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് ഇറക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള കൂട്ടാനായിട്ടുണ്ട്. അടിപൊളി കൂട്ടാൻ തന്നെയാണ് തോന്നിട്ടത്. നല്ല എനിക്ക് ചാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചോറിന വയറില്ലേ കാലത്തേ സരിത എനിക്ക് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞോ ചേട്ടൻ തന്നെ പറഞ്ഞു. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചക്ക വെട്ടി അതൊക്കെ നുറുക്കി ഇതാക്കി എല്ലാം സെറ്റാക്കി വെച്ചേക്കണു. നുറുക്കി വരെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതെടുത്ത് കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഉള്ളിയൊക്കെ നന്നാക്കി ചേട്ടൻ തന്നെ കാച്ചി. ഒന്നും ചെയ്യണ്ടി. അപ്പൊ ആ ചക്ക കൂട്ടാനും കഞ്ഞിയും കൂടി കഴിച്ചു. വയർ നിറഞ്ഞിരിക്കുക. കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ ചോറിനാൻ വയറില്ല. അപ്പൊ ചക്ക കൂട്ടാന്റെ മീതത്തിൽ ഈ കൂട്ടാൻ ചാറ് ഒഴിച്ചിട്ട് കഴിക്കാം. ചക്ക കൂട്ടാൻ എടുത്തിട്ട് വരട്ടെ ഞാൻ. എടുത്ത് തന്നോ. കഴിഞ്ഞു പരിപാടി. ഓക്കെ. അപ്പൊ നമ്മുടെ കൂട്ടാൻ ഇറക്കണം കേട്ടാ. ഇതിറക്കിയതിന് ശേഷം ഇതിലേക്ക് വേപ്പില, പിന്നെ 2-3 പച്ചമുളകുണ്ട്, പിന്നെ ഒരു ലേശം പച്ച വെളിച്ചെണ്ണ. ഇത് മൂടിയേക്ക് 10 മിനിറ്റ് ആകാം. 10 മിനിറ്റ് അവിടെ ഇരിക്കൂ. 10 മിനിറ്റ് ആകാം ഇരിക്കാം. ജഗ്ഗു പറയണേട്ടാ, മീൻ മര്യാദയ്ക്ക് അച്ചാറുണ്ടാക്കിയെങ്കിൽ എത്ര കാര്യം. അച്ചാറ് ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമായിട്ടാ. ജഗ്ഗു നന്നായി കഴിച്ചു. അച്ചാർ ആർക്കും ഇഷ്ടാവും. അത് അടിപൊളി അച്ചാറായിരുന്നു. ഇതിൻ്റെ മീൻ കൂടാൻ്റെ ഇത് ഒഴിച്ചിട്ട് കഴിക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതേട്ടാ നമ്മൾ 10 മിനിറ്റോളമായി. 9 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കേട്ടാ. അപ്പോൾ നമ്മുടെ ചക്ക കൂട്ടാൻ്റെക്ക് ഇത് ഇളക്കണ സരിത. ഇളക്കിക്കോ. കൂട്ടാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടാ. ഇത് പിടിച്ചിട്ടുണ്ടാവില്ല അധികം. എന്നാലും നമ്മൾ മീൻ കഷ്ണത്തിലേക്ക് ഇത് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം. ഈ മീൻ വെപ്പ് വേണമെങ്കിൽ വേറെ മീനൊക്കെയാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു തുണ്ട് ഞാനൊന്ന് ചാറിന് നോക്കി നോക്കട്ടെ കേട്ടോ. പറഞ്ഞ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചാറ് രസമുണ്ട് അല്ലേ? ടീസ്പൂൺ എടുക്ക്. ഇത് കാണുമ്പോ ഭയങ്കര എരിവ് പോലെ തോന്നും. അധികം എരിവില്ല കേട്ടാ. അതാ കാശ്മീരി മുളക് പൊടിയുടെ എരിവാ. അല്ല എരിവല്ല, കളറാ. സരിത കഴിക്കരി. ചക്ക കൂട്ടാനും ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടേ കണ്ട. എന്നിട്ട് ഇതിങ്ങനെ ചാറിൻ്റെ ഇടയിൽ. നിനക്ക് ചോറ് വേണമെങ്കിൽ ചോറുണ്ടോ? നീ കൂട്ടാൻ കൂട്ടിയിട്ട് ചെക്കുക. നിനക്ക് നാളികേരം അരച്ച കൂട്ടാൻ ഇഷ്ടല്ലേ? ഇത് നാളികേരം അരച്ചതാ. അടിപൊളിയാട്ടാ. മീൻ കൂട്ടാനും മീൻ കഷ്ണം കേട്ടാ. ഇല്ല മീൻ കഷ്ണം പൊടിച്ചിട്ടുണ്ട്. ചൂടില്ലേ? മുള്ളുണ്ടാ? കുഞ്ഞു മുള്ളു. മീൻ കഷ്ണം നല്ല ടേസ്റ്റ് ഉണ്ട്. ചാറ് എടുക്കുക. ജഗ്ഗു മീൻ കഷ്ണം കൂടിയിട്ട് തിന്ന് നോക്കിയ. ചക്ക കൂട്ടാൻ ചൂടില്ലല്ലോ, അത് കാരണം കുഴപ്പമില്ല. സരിത എനിക്ക് കടിക്കാൻ പറ്റണില്ല. ചെയ്യാൻ എടുത്തിട്ട് വേണ്ട. നിങ്ങൾ കഴിച്ചോ? എനിക്ക് കഴിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ഭാഗത്ത് വേനേരാ. നിനക്കും അതെ. രഘുവിന് അണക്കില് പല്ല് വരണ കാരണം എനിക്ക് ഈ ചെവി വേദന. ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്തേക്ക്. ഇനി ഈ വെള്ളിയാഴ്ച പോണം ENT. അടിപൊളി കൂട്ടാട്ടാ. ചക്ക കൂട്ടാൻ അടിപൊളി. അതിനൊപ്പം മീനും ചോറും കൂട്ടി അടിക്കാം. അടിപൊളി. അപ്പൊ ചൂര കിട്ടാണ് ഇങ്ങനെ വെച്ച് നോക്കിട്ടോ എല്ലാവരും. ചൂരല്ല വേറെ ഏത് മീനായാലും രസം ഉണ്ടാവും തോന്നുന്നു ഈ വെപ്പ്. എനിക്കിത് കണ്ടപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും തോന്നി. യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു ഷോർട്സ്. അപ്പോൾ ഈ ഒരു ഇത്തിരി വെറൈറ്റി തോന്നിയ കാരണം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാ. അപ്പോൾ നിർത്താം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.